തീരദേശ ഹൈവേ സമരത്തിന് അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തീരദേശ ഹൈവേ തീരദേശത്തുകൂടി തന്നെ സ്ഥിരപ്പെടുത്തി അലൈൻമെന്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയ്ക്ക് അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ ആശങ്കയകറ്റി തീരദേശ ഹൈവേ തീരദേശത്ത് തന്നെ സ്ഥിരപ്പെടുത്തണമെന്ന് അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി ട്രഷറർ കെ സുൽഫി ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് പീഡിക തൊഴിലാളികളുടെ തൊഴിലും ജീവനോപാധികളും നഷ്ടപ്പെടുത്തുന്ന അശാസ്ത്രീയ അലൈൻമെന്റ് മാറ്റി സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും സംയുക്ത സമരസമിതി നടത്തിവരുന്ന സായാഹ്ന ധർണയുടെ 82ാം ദിവസത്തെ സമരം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. നഷ്ടപ്പെട്ടു പോകുന്നത് അത്തരം നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവനാണ്, ജീവനോപാധിയാണ്. അവരൊക്കെ ഒന്നും നിങ്ങൾ കണ്ടില്ല എന്ന് ശ്രമിക്കരുത്. വ്യാപാരികൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കത് കഴിഞ്ഞാൽ അപ്പുറത്ത് കടകൾ ഉണ്ടാക്കാമല്ലോ, അപ്പുറത്ത് കടകളിൽ നിന്ന് കച്ചവടം ചെയ്യാമല്ലോ. നിങ്ങൾക്കറിയാം, കച്ചവടം ചെയ്യുന്ന എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോ കച്ചവടക്കാരും നിങ്ങൾക്കറിയാം, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരിഞ്ച് മാറിയിട്ട് നിങ്ങൾ മറ്റൊരു കച്ചവടം ചെയ്യാൻ ശ്രമിച്ചാൽ അതൊന്ന് പച്ചപിടിക്കണമെങ്കിൽ എത്ര വർഷം വേണ്ടി വരുമെന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇന്ന് കച്ചവടം ചെയ്യുന്നത് വലിയ കൊള്ളലാഭം എഴുതിയിട്ടൊന്നുമല്ല, വലിയ കൊള്ളലാഭം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. തന്റെ കുടുംബം ജീവിച്ചു പോകണം, തന്റെ കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാര് തങ്ങളുടെ കുടുംബം ജീവിച്ചു പോകണം എന്ന ഒറ്റ ചിന്തയോടെയാണ് നിങ്ങൾക്കറിയാം ഈ ചുറ്റുവട്ടത്തിരിക്കുന്ന എല്ലാ കച്ചവടക്കാരും കച്ചവടം ചെയ്യുന്നത്. ഒരു സംശയവും കാര്യത്തിൽ വേണ്ട. ആ സന്തോഷത്തിൽ ആ കച്ചവടക്കാരന്റെ ജീവിതത്തെയാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നത്. ഇവിടെ വികസനത്തിന് ആരും എതിരൊന്നുമല്ല. ഒരു കാലഘട്ടത്തില് വികസനം എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയക്ക് വരുന്നതിന് ഈ ഇത്ര സജീവമാകുന്നതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർവൽക്കരണം കൊണ്ടുവന്നു. ഈ നാട്ടിലെ കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ കമ്പ്യൂട്ടർവൽക്കരണം കൊണ്ടുവന്നപ്പോൾ അന്ന് അതിനെ എതിർത്ത കുറെ പേരുണ്ടായിരുന്നു. അതിനെ എതിർത്ത കാരണം എന്താണെന്ന് അറിയുമോ? ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടും. ഈ നാട്ടില് ഇതുപോലെ ജീവിക്കാൻ സാഹചര്യമില്ലാതിരിക്കും, അവർക്ക് തൊഴിലുണ്ടാകില്ല, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാകും. ഇന്ന് പക്ഷേ ആ കാലഘട്ടം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം അത് നടപ്പിലാക്കി പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ നാം കണ്ടത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ്. ആ പ്രസരമില്ലാത്ത ഇന്ന് ഒരു 10,000 മൊബൈൽ ഫോൺ പോക്കറ്റില്ല. സമരസമിതി പ്രസിഡന്റ് എ അബ്ദുൾ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കെ മുഹമ്മദ് ഇബ്രാഹിം, സലീം പുത്തങ്കാട്ടിൽ, ഹസ്ബുള്ള പടിയത്ത്, ടി കൊച്ച് ഇബ്രാഹിം, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, എ സുലൈമാൻ, കെ ഇബ്രാഹിംകുട്ടി മൗലവി, സലാം അയ്യാരിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും ഇബ്രാഹിംകുട്ടി നന്ദിയും പറഞ്ഞു.